വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അക്ഷിത വ്ളോഗ്. ഇത് നമ്മളിവിടെ സ്ഥിരമായിട്ട് പോകുന്നൊരു പാർക്കാണ്, അൽസജ പാർക്ക് എന്ന് പറയും. ശരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം അച്ചുകുട്ടനും അബ്ചേട്ടനും നാട്ടിൽ ചെന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ സ്ഥിരം പോകുന്ന പാർക്കായതുകൊണ്ട് തന്നെ അവിടെ ഒരു വീക്കിൽ എങ്ങനെയായാലും ട്വൈസ് അങ്ങനെ വെച്ച് പോകാറുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും എടുക്കുന്ന ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. കാരണം ഒരു ലെങ്തി വീഡിയോ ചെയ്യാനുള്ള അത്രയും കണ്ടൻറ്റൊന്നുമില്ല. നല്ലൊരു പാർക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ഷറഫിയിൽ പോകുന്ന റൂട്ടാണ്. നമുക്ക് നടക്കുന്നവരാണെങ്കിൽ നടക്കാനായിട്ട് അവിടെ പോവാം. സൈക്ലിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ സൈക്ലിംഗ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതുപോലെ കളിക്കാനുള്ള ഒത്തിരി റൈഡ്സ് അവിടെ ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയ റൈഡ്സ് ഇഷ്ടം പോലെയാണ് കേട്ടോ. ആദ്യം അച്ചുക്കുട്ടൻ ഈ റൈഡിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അച്ചുക്കുട്ടൻ അതിനകത്ത് എന്താ പറയുക മാസ്റ്റർ ആവാണ് ചെയ്തത്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പുള്ളിയുടെ ഫുൾ സപ്പോർട്ട് എന്ന് പറയണത് അപ്ചേട്ടനാണ് കേട്ടോ. അച്ഛൻ അവിടെ നിൽപ്പുണ്ടെങ്കിൽ പുള്ളിക്ക് ധൈര്യമാണ്. പിന്നെ എങ്ങനെ വേണമെങ്കിൽ കയറിക്കോളും. എന്തായാലും നാട്ടിൽ അവർ ചെന്നു. 13-ാം തീയതിയാണ് ചെന്നത്. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അച്ചുക്കുട്ടൻ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. ചേട്ടൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് ധൈര്യമാണ്. അവൾ പിന്നെ എല്ലാത്തിനകത്തും ഉന്തിപ്പിടിച്ച് കയറിക്കോളും കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് അങ്ങോട്ട് പതുക്കെ നടക്കും. എന്നിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പയ്യനെ തിരിച്ചു നടക്കുകയാണ് ചെയ്യാറ്. അപ്പം നമ്മൾ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റോഡ് നമ്മൾ ക്രോസ് ചെയ്യണം. അതിൽ ഒരു റോഡ് നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. അടുത്ത റോഡ് ക്രോസ് ചെയ്യുന്നത് ഇത്തിരി പാടാണ്. അപ്പോൾ പോലീസുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ അതൊരു എന്താ പറയുക കാര്യക്കാറില്ല. ഞങ്ങൾ നടന്നാണ് പോവാറ് കേട്ടോ. കാരണം ഇവർ രണ്ടുപേരും ഈ റൂമിനകത്ത് ഇരുന്ന് ബോറടിച്ച് ആകെപ്പാടൊരു ഓഫ് കിട്ടുമ്പോഴല്ലേ ഒന്ന് പുറത്തിറങ്ങുന്നത്. അപ്പം കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടുപോട്ടെ എന്ന് ഞാനും വിചാരിക്കും കേട്ടോ. ഇവിടെ ഒത്തിരി റൈഡ്സ് ഉണ്ട് നമുക്ക് കയറാനൊക്കെ പറ്റിയത്. ആക്ച്വലി ഈ വീഡിയോ മറ്റ് വീഡിയോസ് പോലെ അച്ചുക്കുട്ടൻ ഇടയ്ക്ക് ഡബ് ചെയ്തതാണ്. അപ്പം ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യാൻ എടുത്തതിനകത്ത് 2 പേരുടെ വോയിസും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പം അതൊരു ഇതായതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും അത് എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ വോയിസ് മാത്രം ആക്കിയത് കേട്ടോ. ശരിക്കും അവൾ ഡബ് ചെയ്തതായിരുന്നു. അവൾ പോയി. ഇനിയിപ്പോൾ അവളെ കൊണ്ട് അത് ചെയ്യിക്കണമെങ്കിൽ ഇനി ഞാൻ വെക്കേഷൻ നാട്ടിൽ പോകണം. അതുവരെ അത് ഇൻബോക്സിൽ കിടക്കുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളിവിടെ താമസിക്കുന്നവരാണെങ്കിൽ റൂവീസിലോ ഈ പരിസരത്തോ താമസിക്കുന്നവരാണെങ്കിൽ ഈ പാർക്ക് നല്ലൊരു സജഷനാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പോയി കളിക്കാനും നിങ്ങൾക്ക് നടക്കാൻ പോകാനാണെങ്കിലും അതെ നല്ലൊരു ഓപ്ഷനാണ്. ഈ വീഡിയോയുടെ കൂടെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. എനിക്ക് ജീവിതത്തിൽ ഇതുപോലൊരു പറ്റാനില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഞങ്ങൾ 3 മാസം മുമ്പ് എടുത്ത ടിക്കറ്റാണ് സൗദിയേക്ക്. 2 ടിക്കറ്റ് ജിദ്ദ ടു കൊച്ചി. ഇവിടെ നിന്ന് 5:15 PM ഉള്ള ഫ്ലൈറ്റ്. എല്ലാ ആഴ്ചയിലും ആ ഫ്ലൈറ്റ് ഇല്ല. ബുധനാഴ്ച ദിവസമാണ് ആ ഫ്ലൈറ്റ് വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ ആ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്. എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സൗദിയിലെ ഫ്രീക്വൻ്റ് ഒരു ട്രാവലറാണ് ഞാൻ. നാട്ടിൽ പോകുമ്പോൾ ഒക്കെ സൗദിയേക്കാണ് ടിക്കറ്റ് എടുക്കുക. കണക്ഷൻ ഫ്ലൈറ്റ് അല്ലാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് പോകുന്നതുകൊണ്ടും ഞാൻ എപ്പോഴും സൗദിയാണ് പ്രിഫർ ചെയ്യാറ്. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വന്നത് സൗദിയിലായിരുന്നു. തിരിച്ചും അങ്ങോട്ട് സൗദിയിൽ ഞങ്ങൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റാണ്. ഇത് ഇവിടുന്ന് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത്. അന്ന് 10-ാം തീയതി രാവിലെ 5:48 AM ഞാൻ ആ സ്ക്രീൻഷോട്ടും ആ മെസ്സേജും എല്ലാം കൊടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് എൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ആരെയും അതിനകത്ത് ബ്ലെയിം ചെയ്യേണ്ടാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ പോകണമെന്നാണ്. രാവിലെ എഴുന്നേറ്റ് മെസ്സേജ് നോക്കിയപ്പം 5:48 എനിക്ക് മെസ്സേജ് വന്നിരിക്കുകയാണ്. ചില കാരണങ്ങളാൽ ഫ്ലൈറ്റ് ഡിലേ ആണ്. വൈകിട്ട് 5:15 പുറപ്പെടേണ്ട ഫ്ലൈറ്റ് വൈകിട്ട് 8:45 എടുക്കണമെന്നാണ് അതിനകത്ത് മെസ്സേജ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനും അത് ഓർത്തു. ശരിയാണ്, കാരണം തലേ ദിവസമൊക്കെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പം ഞാനും അത് അങ്ങനെയാണെന്ന് വിശ്വസിച്ചു. എനിക്ക് പറ്റിയ അമ്മിളി എന്താണെന്ന് വെച്ചാൽ ആ മെസ്സേജിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു മെസ്സേജ് അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല. കാരണം ഒരു ടൈമല്ലേ ഒരിക്കലല്ലേ ചേഞ്ച് ചെയ്യുള്ളൂ എന്നുള്ളൊരു രീതിയിൽ ഞാൻ എടുത്തു. ഒരു വൈകിട്ട്
അന്ന് നമ്മൾ 2 മണിക്ക് എയർപോർട്ടിൽ പോകാൻ വിളിച്ച് പറഞ്ഞിരുന്ന വണ്ടീനെ വിളിച്ച് പറഞ്ഞ് 5 മണിക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. കാരണം 2 പേജുണ്ട്, 46 കിലോ ഉണ്ട്. അപ്പോൾ ഇന്നോവയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടാക്സി. ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 4:48 എനിക്കൊരു മെസ്സേജ് വരികയാണ്, ചെക്ക് ഇൻ ക്ലോസ് ചെയ്യാം. ചെക്ക് ഇൻ എങ്ങനെയാണ് ക്ലോസ് ആവണേ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ എനിക്ക് ടെൻഷനായി. പിന്നെ ഞാൻ അവരെ ഒന്ന് അറിയിക്കാതെ ഞങ്ങൾ എയർപോർട്ടിൽ പോയി. 5:30 നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ 5:45 ഫ്ലൈറ്റ് പോവാണ് ഉണ്ടായത്. നമുക്ക് ആ ഫ്ലൈറ്റ് മിസ്സായി. 2 പേരുടെ ടിക്കറ്റ് 2800 റിയാലാണ് ആയത്. നമ്മൾ സൗദിയുടെ ഓഫീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. പ്രത്യേകിച്ച് അവിടെ നിന്ന് അതായത് വേറെ എന്തെങ്കിലും റീഷെഡ്യൂൾ ചെയ്ത് തരാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ട്രാവൽസിൽ സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഫോണിൽ ഓൺലൈനിൽ വിളിച്ചു, യാതൊരു നടപടി ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ വേഗം പിറ്റത്തെ ദിവസം തന്നെ സൗദിയുടെ ഓഫീസിൽ പോയാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓഫീസിൽ പോയി ആദ്യം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഫാർമസിയിലൊക്കെ മെഡിസിൻ വാങ്ങാൻ നമ്മൾ ടോക്കൺ എടുക്കുന്ന പോലെ ഒരു ടോക്കൺ എടുക്കണം. ആ ടോക്കൺ എടുത്ത് ആ ടോക്കൺ നമ്പർ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ടോക്കൺ നമ്പറിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പം അവർക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് നമ്മളോട് പറയും. സൂപ്പർവൈസറെ കാണാൻ പറയും. അങ്ങനെ നമ്മൾ സൂപ്പർവൈസറെ കാണാനിരുന്നു. അത്രയും നേരം സംസാരിച്ച എല്ലാവരും എനിക്ക് നെഗറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്സാണ് തന്നുകൊണ്ടിരുന്നത്. സൂപ്പർവൈസറോട് സംസാരിച്ചപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഫുൾ റീഫണ്ട് അപ്ലൈ ചെയ്യാം, പക്ഷെ അത് ഇവിടെയല്ല, ഇതിൻ്റെ മുകളിൽ ട്രാവൽസുകാരുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളുണ്ട്, പുള്ളിയുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത്ര നേരവും ഞാൻ ആ പൈസ ഇനി 1 രൂപ പോലും കിട്ടില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇരുന്നത്. അങ്ങനെ ഞാൻ സൂപ്പർവൈസറുടെ അടുക്കൽ പോയി സംസാരിച്ച് നേരെ മുകളിൽ പോവാണ് ഉണ്ടായത്. മുകളിൽ പോയപ്പോൾ അവർ പറഞ്ഞു, അപ്പോഴും പോസിറ്റീവല്ല, ഓൺലൈൻ നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും, നമുക്കിത് പരാതിയായിട്ട് ഇടാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഓൾറെഡി ഞാൻ അക്ബർ ട്രാവൽസ് വഴി ഓൺലൈനിൽ കംപ്ലൈൻറ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരബദ്ധം എനിക്ക് പറ്റി. എനിക്ക് എന്താവുമെന്ന് അറിയില്ല. 60 to 80 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറഞ്ഞത്. എന്തെങ്കിലും കിട്ടുമോ ഇല്ലയെന്ന് ഞാൻ പിന്നീട് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും എക്സ്പെഷ്യലി സ്വയം ടിക്കറ്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ മെയിലിൻ്റെ താഴേക്കോ തിരിച്ചോ അല്ലെങ്കിൽ ഓൺലൈനിൽ ഫ്ലൈറ്റിൻ്റെ ടൈം എപ്പോഴാണ് വീണ്ടും ചെക്ക് ചെയ്യുക. സപ്പോസ് ഇതിൽ എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കും ഇല്ല. 5:15 ഫ്ലൈറ്റ് 8:45 റീഷെഡ്യൂൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാനത് ബിലീവ് ചെയ്തു. പിന്നെ അത് വീണ്ടും റീഷെഡ്യൂൾ ചെയ്ത് 5:45 ആക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് 3 പ്രാവശ്യമാണ് ഒരു ഫ്ലൈറ്റിൻ്റെ ടൈം അന്നത്തെ ദിവസം റീഷെഡ്യൂൾ ചെയ്തത്. അതുകൊണ്ട് പറ്റിയ പറ്റാണ്. നിങ്ങളെല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ട്രാവൽസുകാരൻ്റെ ആണ് നമുക്ക് ഫ്ലൈറ്റ് എടുത്ത് തരുന്നതെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇൻഫോം ചെയ്യും. ഇതെൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രത്യേകിച്ച് യൂസൊന്നും ഉണ്ടായില്ല. അപ്പം അത്രേ ഉള്ളൂ. അതൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞ കേട്ടോ. പിന്നെ അപ്ചേട്ടൻ ഇവിടെ വന്നിട്ട് എല്ലാവരായിട്ട് നല്ല കമ്പനിയൊക്കെ ആയി തന്നെ ഫുഡൊക്കെ വാങ്ങാൻ പോയി. ഈ ഇരിക്കുന്ന അവിടെ നിന്ന് 15 മിനിറ്റ് മതി BMR ഹോട്ടലിൽ കേട്ടോ, അൽസജേന്ന്. സോ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ മേടിക്കാനൊക്കെ പഠിച്ചു. പിന്നെ ഇത് നമ്മുടെ ഹൈഫ മാളാണ്. നമ്മുടെ ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഞങ്ങൾ പോകുന്ന ഒരു മാളായിരുന്നു ഹൈഫ മാള്. അവിടെ എപ്പോഴും ഈ ബസ് ട്രെയിൻ ഇങ്ങനെ കിടക്കുമ്പം ഞങ്ങൾ വിചാരിക്കും നല്ല പൈസയാവും എന്നും പറഞ്ഞുകൊണ്ട് കയറാതിരുന്നതാണ്. പിന്നെ ചുമ്മാ ചോദിച്ചപ്പോൾ 17 റിയാലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേഗം കയറിക്കോ, നമുക്ക് 3 പേർക്ക് കൂടെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോയതാ. സ്ഥിരമായിട്ട് ആ വഴി നടക്കുന്ന ആൾക്കാരാണ് അന്ന് ട്രെയിനിൽ പോയത് കേട്ടോ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ, കാരണം ഞങ്ങളെ ഇപ്പോൾ എവിടെ കണ്ടാൽ ആ സ്പ്രേൻ്റെ കൂപ്പൺ തരണ ചേച്ചിമാരൊന്നും മൈൻഡ് പോലും ചെയ്യില്ല, കാരണം സ്ഥിരമായിട്ട് വരുന്നവരാണ്, അവർക്കും അറിയാവുന്നതുകൊണ്ട്. അങ്ങനെ ഒരു റൗണ്ട് ഞങ്ങൾ കറങ്ങി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കയറാനുള്ളതാണെന്ന് പറഞ്ഞാലും വലിയവർക്കും കയറാമല്ലോ അല്ലേ. ഹൈഫ മാളിൻ്റെ വ്യൂസാണ് ഇത്. മാനുവൽ അതിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ, മാനുവൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗമാണ്. അപ്പം ആ വണ്ടിക്കകത്ത് ഒരു പാട്ടുണ്ട് കേട്ടോ. ആ പാട്ടുള്ളതുകൊണ്ടാണ് അച്ഛനും മോളും കൂടി ഇരുന്ന് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നത്, ഞാനും ഇടയ്ക്ക് തലയൊക്കെ ആട്ടുന്നത്.
ആ സ്പ്രേ തരുന്ന ചേച്ചിമ്മ ഇതാട്ടോ. ഞങ്ങൾക്ക് അല്ല, മാളു സ്ഥിരമായിട്ട് അവിടെ പോയിട്ട് അത് വാങ്ങും, എന്നിട്ട് ഇങ്ങനെ മണത്ത് നോക്കും. പിന്നെ അതിൻ്റെ തൊട്ട് ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ടിയാണ്. അതിന് ചേച്ചി പാട്ട് പാടുന്നതാണ് കേട്ടോ. ഞാൻ വീഡിയോസ് കൂടുതലൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അങ്ങനെ ഒരു മൂമെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണത്. ആക്ച്വലി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കയറിപ്പോയ ഒരു വീഡിയോയുടെ ഇതാട്ടോ, അല്ലാതെ ഇത് ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്തതല്ല. മഞ്ജു ചേച്ചിയായിട്ടാണ് നമ്മൾ ഓണം സെലിബ്രേഷനൊക്കെ പോയത്. ചേച്ചീനെ അപ്പോൾ എല്ലാവർക്കും ചാനൽ കാണുന്നവരാണെങ്കിൽ ചേച്ചിയുടെ അറിയുണ്ടാവും. ചേച്ചിയുടെ മൂത്ത മോൻ്റെ ബർത്ത്ഡേയുടെ ഫംഗ്ഷനായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു കേട്ടോ. ചേച്ചി പാട്ട് പാടി, പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് പാട്ട് പാടി, പിന്നെ നമ്മൾ സിനിമ പേര് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് ആ മുടി കെട്ടി വെച്ച ചേട്ടൻ നല്ലൊരു സിംഗറാണ് കേട്ടോ. നല്ലപോലെ പാട്ട് പാടിയായിരുന്നു. അങ്ങനെ കുറച്ചൊരു നല്ല മൂമെൻറ്റ്സ് അന്ന് കിട്ടിയായിരുന്നു. ഫുഡ് നല്ല സൂപ്പർ ഫുഡായിരുന്നു. ബിരിയാണി, പൊറോട്ട എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി അല്ല, നെയ്ച്ചോറും ബീഫും ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ആയിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചൊരു ഈവനിങ് ആയിരുന്നു അത്. പിറ്റത്തെ ദിവസമായിരുന്നു ശരിക്കും അപ്ചേട്ടന് പോകേണ്ടിയിരുന്നത്. അപ്പം അന്നത്തെ ദിവസം രാത്രി നല്ല മഴയായിരുന്നു. ഇതായിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ ആ മെയിൽ വന്നപ്പോൾ ഞാൻ സത്യമായിരിക്കും എന്ന് ഞാനങ്ങ് അമിതമായിട്ട് വിശ്വസിച്ച് പോയി സുഹൃത്തുക്കളെ. അതാണ് എനിക്ക് പറ്റുക. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പറ്റാതിരിക്കട്ടെ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് ഈ മെസ്സേജിൽ ഷെയർ ചെയ്തത് കേട്ടോ. പൈസ എന്തെങ്കിലും തിരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാം. ഇത് ഞാൻ അന്നത്തെ ദിവസം രാത്രി എൻ്റെ ഹസ്ബൻഡിന് ഒരു ഗിഫ്റ്റ് കൊടുത്താണ്. കാരണം ന്യൂ ഇയറിൻ്റെ അന്നാണ് പുള്ളിയുടെ ബർത്ത്ഡേക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ. S24 അൾട്രയാണ് അപ്ചേട്ടന് ഞാനൊരു ഫോൺ മേടിച്ചു കൊടുത്താണ്. ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.